मुस्कुराए, मिलो तो आँख चुराए, हमें क्या हो गया है, हमें क्या हो गया है. ഹൃദയഭിത്തികളിൽ കുറിച്ചുവെച്ച സ്നേഹാക്ഷരങ്ങളൊന്നും കാലത്തിൻ്റെ തിരമാലകൾക്ക് മായ്ക്കാനാകില്ല. ചിലപ്പോൾ അവ പിറക്കാനിരിക്കുന്ന ഗസലുകളാവാം. ഖയാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശിഷ്ട അതിഥി ഗാനരചയിതാവ് ശ്രീ സന്തോഷ് വർമ്മ. സ്വാഗതം. ഖയാലിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കവിത പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു 2-3 വരി കവിത ചെല്ലാൻ പറ്റുമെങ്കിൽ അതൊരു ഭാഗ്യമായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഖയാലിൽ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഖയാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ അധികം ഒരുപാട് പ്രോഗ്രാമുകളിൽ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. ചാനലുകളിലൊന്നും ഇൻ്റർവ്യൂകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പലതിലും ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്ര നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു പ്രോഗ്രാം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം നല്ല കലാകാരന്മാരും എല്ലാവരുടെ ഒപ്പം ഇങ്ങനെ വന്ന് പാട്ട് കേട്ടിരിക്കാൻ കഴിഞ്ഞതിനൊരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഒട്ടും ഒരു ടെൻഷനൊന്നുമില്ലാതെ നീങ്ങുന്നൊരു അന്തരീക്ഷം, സംഗീതത്തിൻ്റെ നല്ല ഒരു സാന്ത്വനം കൂടി മനസ്സിലേക്ക് പകരുമ്പോൾ ഒട്ടും വളരെ കൂളായി തന്നെ നമുക്ക് ഇരിക്കാനും കഴിയുന്നു. മനസ്സിനും ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ ഇവിടുത്തെ പരിശ്രമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചില എക്സ്പെരിമെൻറ്റ്സാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഓരോ ഗസൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻഡ് ഒന്നുമല്ല. അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം അത് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു, ഇത് എല്ലാവരുടെ മനസ്സിൽ നിന്നുള്ള, ഓരോരുത്തരുടെ മനസ്സിലുള്ള ഇപ്പോൾ ഒരു സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തി വെച്ച ഒരു സാധനം വായിക്കുന്നതിനേക്കാൾ ആ ഫ്രെയിമിനകത്തല്ലാതെ ഓരോ കലാകാരൻ്റെയും മനസ്സിലുള്ള ആ സംഗീതത്തിനെ ഇപ്പോൾ മഞ്ജരി പാടുന്ന ആ പാട്ടിലേക്ക് സന്നിവേശിപ്പിക്കുകയും അതുവഴി പുതിയൊരു അനുഭൂതി സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ. അത് വളരെയധികം രസകരമായിട്ടും അതിൻ്റെ ആ കാഴ്ച, നിങ്ങളത് ചെയ്ത് അത് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു കാഴ്ച, അതും എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. എന്ന് മാത്രമല്ല, ഈ ഒരു സമയം എനിക്ക് ലൈഫിൽ വളരെയധികം ഞാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക, ഒരുപാട് എന്നെ സ്വാധീനിക്കുകയും ചെയ്തു ഈ ഒരു സമയം. തീർച്ചയായിട്ടും വെറും വാക്കുകൾ പറയുന്നതല്ല. എനിക്ക് വളരെയധികം, ഞാൻ പൊതുവെ സംഗീതത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എഴുത്തിനോടൊപ്പം തന്നെ സംഗീതവും അതേപോലെ തന്നെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പല ഡിവോഷണൽസും പ്രേക്ഷകർക്ക് ഞാനൊന്ന് പറയട്ടെ. കാരണം സന്തോഷ് ജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലിറിസിസ്റ്റ് എന്നാണ് എല്ലാവർക്കും അറിയാം. സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്, പാട്ട് സ്ഥലമായിട്ട് പാടുകയും ചെയ്യും. ഒക്കെ കുഴപ്പമില്ലാതെ പാടും എന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ സംഗീതം ഈ പറഞ്ഞ പോലെ വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ള വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഖയാൽ എന്ന പ്രോഗ്രാമും അതിൽ വരാൻ കഴിഞ്ഞതും അതുപോലെ ഈ ഒരു സമയം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. എന്നും ഓർമ്മയിൽ ഈ ദിവസങ്ങളുണ്ടായിരിക്കും, ഈ സമയങ്ങൾ. താങ്ക് യു സോ മച്ച്. അതാണ് അത് പറഞ്ഞോളൂ. നമുക്ക് ഗുൽസാർ സാഹബിൻ്റെ ഒരു പ്രശസ്തമായ ഗസൽ കേൾക്കാം. ജഗ്ജീത് ജിയാണ് ആലപിച്ചത്. ഈ ഗസൽ വളരെയധികം നമ്മുടെ കുറച്ച് ഫിലോസഫിക്കലാണ്, നമ്മുടെ ലൈഫുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് തോന്നും. പക്ഷെ ഇതിലെ ആശയം നമ്മൾ തമ്മിൽ വളരെ അധികം ഈ ഒരു എന്താ പറയുക, നമ്മൾ തമ്മിൽ അധികം കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നൊരു സംഭവം. അതെ, ബന്ധങ്ങൾ അറ്റുപോകുന്നില്ല നമ്മൾ അടുത്തല്ലെങ്കിൽ പോലും. അതുപോലെ സമയം എന്ന് പറയുന്ന വലിയ ഒരു വൃക്ഷം, അതിനകത്തുനിന്ന് നമുക്കായിട്ട് ഒരു സമയം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. അതിനകത്തുനിന്ന് സമയം എന്ന് പറയുന്നത് നമുക്ക് മാറ്റാം, അത് വിധി നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇപ്പം ഇതിലെ അവസാനത്തെ ഷെയറിൽ പറയുന്നത്, ഒരു മൗണ്ടൻ, ഒരു വലിയ മൗണ്ടനിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം, അതിങ്ങനെ ഒഴുകി വന്ന് നമുക്ക് വിചാരിച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. അതിന് ആ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിങ്ങനെ ഒഴുകി വരുന്നത് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പം എല്ലാത്തിലും ആ ഒരു വിധി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ കൈകൾക്കപ്പുറത്തുള്ള അല്ലേ പല കാര്യങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് ഈ ഗാനം.
ഭംഗിയുള്ളൊരു ഗസലാണ്, കേൾക്കാം. കേൾക്കാം. हाथ छोड़े भी तो रिश्ते नहीं छोड़ा करते, हाथ छोड़े भी तो रिश्ते नहीं छोड़ा करते, वक्त की शाख से लम्हे नहीं तोड़ा करते, हाथ छोड़े भी तो रिश्ते नहीं छोड़ा करते। जिसकी आवाज में सिलवट हो, निगाहों में शिकन, जिसकी आवाज में सिलवट हो, निगाहों में शिकन, ऐसी तस्वीर पे टुकड़े नहीं जोड़ा करते, हाथ छोड़े भी तो रिश्ते नहीं छोड़ा करते, हाथ छोड़े भी तो रिश्ते कभी छोड़ा करते। लग के साहिल से जो बहता है उसे बहने दो, लग के साहिल से जो बहता है उसे बहने दो, ऐसे दरिया को कभी रुक
छोड़े भी तो रिश्ते नहीं छोड़ा വരികൾക്ക് വളരെയധികം ഉചിതമായിട്ടുള്ള സംഗീതം കൂടി അതിനകത്ത് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് അത് വേറെ തന്നെയാണെന്ന് ഈ പാട്ടിലൂടെ എനിക്ക് ശരിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളത് ഉറപ്പാക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് വരികളുടെയും ആത്മാവ് കണ്ടറിഞ്ഞ ഒരു സംഗീതം അതിന് നൽകുമ്പോഴാണ് സത്യം. പിന്നെ അത് അതേ ആ കൊടുത്ത സംഗീതത്തിൻ്റെ അതേ ഭാവതീവ്രതയോടുകൂടി അത് ആലപിക്കുകയും ചെയ്യുമ്പോൾ ആസ്വാദകന് വളരെയധികം വേറൊരു തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. ഏകദേശം അങ്ങനത്തെ ഒരു അനുഭൂതിയാണ് നമ്മൾ ഈ ഗസലുകളിലെല്ലാം തന്നെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അനുഭവിച്ചത് അത് തന്നെയാണ്. സന്തോഷം സന്തോഷം. പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരാഗ്രഹമുണ്ട്. അത് ഇവിടെ ഗസൽ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ, അത് ഒരു ഗസൽസ് ആണ് ഇവിടെ കൂടുതലും അതെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു മോഹം, ഈ നല്ല കലാകാരന്മാരൊക്കെ ഉള്ളപ്പോൾ ഒരു ഖവാലി പാടി കേട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. कवाली गाएं? इनका रिक्वेस्ट है कि एक कवाली. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു റിക്വസ്റ്റ് ഇത് നമ്മുടെ ഗസ്റ്റ് പൊതുവെ അങ്ങനെ ഇതുവരെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു. പക്ഷേ ഇതൊരു നല്ലൊരു റിക്വസ്റ്റാണ്. ഒരു ഞങ്ങൾ ഇതുവരെ ഇവിടെ കവാലി പ്ലേ ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് പ്ലേ ചെയ്താൽ വളരെയധികം രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അതിനുള്ളൊരു ശ്രമം നടത്താം. എല്ലാ നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒരു കവാലി പാടി കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. അതെ, we'll try it. फना बगैर वफा का पता नहीं मिलता, मिटा दो खुद को भी तो भी खुदा नहीं मिलता, मांगने का जो तरीका है मांग लो उस दर से, मेरे अल्लाह खुदा से बंदों को क्या क्या नहीं मिलता, दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त मस्त ओ लाल मेरी पत रखियो भला झूले
मस्त 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 कलंदर अली तक दम दे अंदर अली शाबाज कलंदर ഒരു ഭയങ്കര ഒരു മഴ പെയ്തു തോന്നുന്ന ഒരു സുഖം. ആ മഴ നനഞ്ഞു മുഴുവൻ Oh, നനഞ്ഞു. thank you, thank you. സന്തോഷത്തോടു കൂടി ആ മഴ മുഴുവൻ നനഞ്ഞു. നിങ്ങൾ തന്ന സംഗീതത്തിൻ്റെ ആ ഒരു സുഖം. ഇതുവരെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. ഞാൻ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വേണ്ടിയിട്ട് അത് അവതരിപ്പിച്ചതിന് എൻ്റെ വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി. മോസ്റ്റ് വെൽക്കം. ഞങ്ങളുടെ എപ്പിസോഡിൽ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് സന്തോഷ് ജിക്ക് ഒരു ചെറിയ ഉപഹാരം ഞങ്ങളുടെ എല്ലാവരുടെയും ഖയാൽ ടീമിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തരികയാണ്. ഒരു ചെറിയ ഉപഹാരം, നല്ല ഉപഹാരമാണ്. ഓ എന്തായാലും സംഗീതത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഈ പൂച്ചെണ്ട് ഞാൻ സന്തോഷം സ്വീകരിക്കുന്നു. ഇതുപോലെ ഈ റോസാപുഷ്പം പോലെ എന്നും സന്തോഷം നിറഞ്ഞ നിറം നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ സന്തോഷ് ജിയുടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നല്ല നല്ല ഗസലുകളുമായി. ഖയാലിൽ